പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. സ്തോത്രം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത് ഹല്ലേലൂയ ആ വിശ്വാസത്തിനൊരു വില കാണത്തില്ല. ഹല്ലേലൂയ നിർജീവിത്വമായ ഒരു വിശ്വാസമാണ്. ഹല്ലേലൂയ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ അബ്രഹാമാണ് വിശ്വാസത്തിന് നമുക്ക് തെളിവായി നാം പഠിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ചു. അബ്രഹാമും സാറായും ആ വാർദ്ധക്യ സമയത്ത് കർത്താവ് അരുളപ്പാട് പറഞ്ഞത് അനുസരിച്ച് അത് വിശ്വസിച്ചപ്പോൾ അതവർക്ക് നീതിയായി കണക്കിട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ക്രിസ്തുവിനോട് നീ ചേർന്നിരിക്കുമെങ്കിൽ അത് നിനക്ക് നീതിയായി കണക്കിടുകയും ചെയ്യും. പലപ്പോഴും ദൈവികമായ ആലോചനകൾ കേട്ടിട്ടും ദൈവികമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടും ദൈവത്തിൻ്റെ ആലോചനകൾ ഹല്ലേലൂയ പല വ്യക്തിയിൽ കൂടെയും വചനത്തിൽ കൂടെയും ഹല്ലേലൂയ നമ്മെ ദൈവം അറിയിച്ചിട്ട് പലപ്പോഴും വിശ്വസിക്കാതിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു. ഹല്ലേലൂയ എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ആർക്കൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തോടെ നിൽക്കുവാൻ പലതും ഹല്ലേലൂയ പല സംഭവങ്ങൾ നടക്കുമ്പോൾ, പല വാക്കുകൾ കേൾക്കുമ്പോൾ, പല ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് മാറരുത് കേട്ടോ. ക്രിസ്തുവിലുള്ള വിശ്വാസം ഹല്ലേലൂയ അടിയുറച്ച് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ആഴം നമ്മിൽ കൂടെ വെളിപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക ാകത്തുള്ളൂ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സാധിക്കത്തില്ല എന്ന് വിധി എഴുതിയ വിഷയം, ഹല്ലേലൂയ ഇത് കിട്ടത്തില്ല, ആ ജോബ് എനിക്ക് ഹല്ലേലൂയ കിട്ടത്തില്ല, എൻ്റെ വിധിയായി പോയി, ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ എനിക്ക് ആ രോഗസൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല, ഇങ്ങനെ അങ്ങ് എൻ്റെ ജീവിതം അവസാനിക്കുമെന്ന് പലപ്പോഴും വിധി എഴുതിയ വിഷയത്തിന് മധ്യേ ക്രിസ്തുവിൽ നീ അടിയുറച്ച് വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ പൈതലെ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആലോചന ഇന്ന് പകൽക്കാലം പറയുന്നു, നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ട് എന്ന് പറയുകയോ അത് പ്രവൃത്തിയിൽ ഇല്ലെങ്കിൽ അത് ചത്തതാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പ്രവൃത്തിയുള്ള വിശ്വാസമായിരിക്കണം. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ക്രിസ്തുവിന്റെ വചനം പഠിക്കുകയും ഹല്ലേലൂയ വചനം ധ്യാനിക്കുകയും ദൈവം അറിയിക്കുന്ന വെളിപ്പാടുകൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൽ കൂടെ വചന വെളിപ്പാട് അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അബ്രഹാം സാറ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു? ഹല്ലേലൂയ. അവൻ അടിയുറച്ചൊരു വിശ്വാസം ക്രിസ്തുവിങ്കൽ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മെ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന ചിലര്, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന ചിലര്, നമ്മുടെ ബന്ധക്കാരെന്ന് പറയുന്ന ചിലര്, നമ്മുടെ സ്വന്തക്കാർ ബന്ധുമിത്രാദികളെന്ന് പറയുന്ന ചിലരെ നമുക്ക് ഹല്ലേലൂയ പലപ്പോഴും വിശ്വാസമുണ്ടെങ്കിൽ പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഹല്ലേലൂയ അവർ മുഖം മറച്ച്
മറച്ചു വെക്കാറില്ലേ? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്ന അരുളപ്പാടനുസരിച്ച് വിശ്വാസ ചുവടുകള് നീ മുന്നോട്ട് വെച്ച് ഹല്ലേലൂയ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അബ്രഹാം ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിച്ച് അതവന് നീതിയായി കണക്കിടുകയും ചെയ്യുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ഹല്ലേലൂയ. പല വ്യക്തിയുടെയും സ്നേഹിതൻ നമുക്ക് ആകുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതനാകുവാൻ സാധിക്കുമോ? ഒരു ബന്ധം ഹല്ലേലൂയ അഭേദ്യമായ ഒരു ബന്ധം നിനക്ക് സ്ഥാപിക്കുവാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ന വിഷയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏതൊക്കെ വിഷയത്താലാണോ നാം ഭാരപ്പെടുന്നത് ആ വിഷയത്തിൻ മധ്യ നീ വിശ്വസിക്കുക. ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം വെളിപ്പെടുമ്പോൾ അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൽ കൂടെ ദൈവം വെളിപ്പാട് അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സാഹചര്യം നമുക്ക് പ്രതികൂലമായിരിക്കാം. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലാണെങ്കിൽ അത് നീതിയായി കണക്കിടാൻ പോകുകയാണ് കേട്ടോ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവസന്നിധിയിൽ നിന്ന് നിൽക്ക്, വിശ്വസിക്ക്. ക്രിസ്തുവിങ്കൽ നീ വിശ്വസിച്ചു തുടങ്ങിക്കോ. ദൈവത്തിന്റെ മഹത്വം നീ കാണാൻ പോകുകയാണ്. ചിലർക്ക് സാധിക്കാത്തത്, ചിലർക്കത് അനുഭവിക്കുവാൻ സാധിക്കാത്തത് നിന്റെ ജീവിതത്തിൽ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. നീ വിശ്വസിക്ക്, നീ ആത്മാർത്ഥമായി വിശ്വസിക്ക്. ദൈവത്തിന്റെ സ്നേഹിതനെന്ന് നിന്നെ വിളിക്കുവാൻ സാധിക്കുമോ? ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുമോ? കർത്താവുമായിട്ടുള്ള സഖിത്വം നീ മുറുകെ പിടിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ എന്റെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, സഖിത്വമുള്ള വ്യക്തിക്ക് ദൈവം നിയമങ്ങളെ അറിയിക്കാൻ ഇടയാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ ഹല്ലേലൂയ വരുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ക്രിസ്തുവുമായിട്ടുള്ള ഹല്ലേലൂയ ആ സ്നേഹിതൻ, ആ സ്നേഹബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.